101% എനിക്ക് ഉറപ്പാണ്. എൻ്റെ മനസ്സെന്നോട് പറയുന്നു, ആദില ഒരു കള്ളിയാണ്. സരിക റീഎൻട്രി നടത്തിയ സരിക നല്ല ഒന്നാന്തരം ഒരു അമ്മായിയമ്മ പോരിന് പറ്റിയ ഒരൈറ്റമാണ്. പിന്നെ മറ്റേ ഐറ്റം ഉണ്ടല്ലോ, ശൈത്യ, കട്ടപ്പയൊന്നുമല്ല അവള്, കട്ടപ്പയുടെ അപ്പൻ കട്ടപ്പയുടെ മൂത്താപ്പയാണ് ശൈത്യ. ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോള് അവിടെ കരഞ്ഞു കൂവിയിരിപ്പുണ്ട്. അനുമോളുടെ കരച്ചിൽ കണ്ടിട്ട് അതൊരു ഡ്രാമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒട്ടുമിക്ക ആളുകളും അവിടുത്തെ ഇപ്പം നിൽക്കുന്ന റീഎൻട്രി ആയിട്ട് വന്ന കണ്ടസ്റ്റൻസ് ഉൾപ്പെടെ എവിടെയോ അനുമോളുടെ സൈഡിൽ ഇത്തിരി ശരിയുണ്ടെന്ന് തോന്നിയിട്ട് ഇപ്പം അനുമോളുടെ അടുത്തോട്ട് ചെന്നിട്ടുണ്ട്. കാരണം അവൾ അങ്ങനെയാണ് ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിനെ പിടിച്ചൊക്കെയാണ്, ദൈവമാണ് സത്യം, ഞാൻ ചത്തു പൊക്കോട്ടെ എന്നൊക്കെയാണ് അനുമോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങോട്ട് സ്വാഗതം. ശൈത്യ, അയ്യോ എൻ്റെ പൊന്നു ചേച്ചി പുറത്തുനിന്ന് സൈബർ അറ്റാക്ക് അതൊന്നും അല്ല ചേച്ചിക്ക് കിട്ടിയ ഒരു അറ്റാക്ക് കേട്ടാ. അറ്റാക്ക് ചേച്ചി ഇനി ഇറങ്ങുമ്പോഴായിരിക്കും ചേച്ചിക്ക് അറ്റാക്ക് കിട്ടാൻ പോണത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് മിക്കവാറും. കാരണം പുറത്ത് ജനങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുക. ചേച്ചിയുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കും. ലക്ഷ്മി മാൻ ഒരു കയ്യടി, അതിനർഹയാണ് ലക്ഷ്മി. ഇപ്പോൾ അന്ന് മറ്റേ ആദില നൂറയുടെ കേസിൽ പറഞ്ഞ ഡയലോഗ് ഒഴിച്ച് ബാക്കി അതങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നോക്കുകയാണെങ്കിൽ ലക്ഷ്മി ഓക്കെ ആയിരുന്നു. ഇപ്പം നല്ല കിടുക്കനായിട്ട് കുറച്ച് മുമ്പ് നമ്മുടെ അനുമോളോടൊരു ഡയലോഗ് അടിക്കുന്നത് കേട്ടു. എൻ്റെ അനുമോളെ, നിന്റെ കണ്ണീരൊക്കെ നീ അങ്ങോട്ട് മാറ്റി വെക്ക്, അങ്ങോട്ട് മാറ്റിയിട്, പോയി പണി നോക്കാൻ പറ. എന്താന്ന് വെച്ചാൽ ഇവിടെ എന്താ എല്ലാം കൂടെ പറയട്ടെ, നീ നീ നിന്റെ കാര്യം നോക്ക്, നീ പീസായിട്ടിരിക്കും, നീ കാമായിട്ടിരിക്കും, പോയി പണി നോക്കാൻ പറ. ഈ ഒരു മൂഡിലുള്ള ഒരു ഡയലോഗ് കുറച്ച് മുമ്പ് നമ്മുടെ ലക്ഷ്മി പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ നെവിൻ ഗംഭീര ഒരു അസാധ്യ ഗെയിമറാണ് നെവിൻ എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുക, ബുദ്ധി കൊള്ളാം മോനെ. അപ്പോൾ എന്താണെങ്കിലും അനുമോൾ ആദില വിഷയം, അതിനെ പുറത്തു പോയിട്ടും ആ വിഷയം അങ്ങോട്ട് തീർന്നിട്ടില്ല. ബോംബ് പൊട്ടിച്ചിട്ടാണ് പോയതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അക്ബറിന് കാര്യം ഇപ്പോൾ അറിയാം. അക്ബറിനെ പറ്റി എന്തോ മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് മറ്റേ PR-നോട് ചെന്ന് പറയണം, ആദില നീ പുറത്തിറങ്ങി കഴിയുമ്പോൾ അക്ബറിനെ അങ്ങ് തീർത്ത് കളയാൻ എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട്. അത് ആദില പറയുന്നത് കേട്ടതാണ്. അതിപ്പോൾ അക്ബറിനും അറിയാം. ആ ഒരു വിഷയം ഇപ്പോൾ ജിഷിൻ ചോദിക്കുന്നുണ്ട് അനുമോളോട്. അത് ചോദിച്ചപ്പോഴത്തേക്ക് അനുമോൾ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞ് സീനാണ്. കാരണം അനുമോൾ പറയുന്നത് ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അക്ബറിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്പർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് PR-ന്റെ നമ്പർ അല്ല, ഞാൻ കൊടുത്തത് എൻ്റെ നമ്പറാണ്. അത് അനുമോൾ പറയുന്നത് 101% കറക്റ്റാണ്. കഴിഞ്ഞ ദിവസം ആദില ആദ്യമേ പറഞ്ഞത് അനുമോൾ PR-ന്റെ നമ്പർ തന്നു, PR-നെ വിളിച്ച് ഡീൽ ചെയ്യണം, ആദില പുറത്ത് പോവുകയാണെങ്കിൽ 100 അകത്ത് കാണുമല്ലോ, അപ്പം ആദില പോകുമെന്ന് ഉറപ്പായ സമയത്താണ്. അപ്പം അങ്ങനെ പുറത്ത് പോവുകയാണെങ്കിൽ 100ക്ക് വേണ്ടി 50,000, നിങ്ങൾ ആലോചിക്കണം, 50,000 രൂപ കൊടുത്താൽ മതി, അവനത് ഡീൽ ചെയ്തോളും എന്ന് അനുമോള് പറഞ്ഞു എന്നാണ് ആദില ആദ്യമേ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം 100യോടിരുന്ന് പറയുന്നത് കേട്ടു. അതായത് എടി അവളുടെ നമ്പറാണ് കേട്ടോ തന്നത്, അവളുടെ നമ്പർ തന്നിട്ട് ആ നമ്പറിൽ വിളിക്കുക, ചേച്ചിയായിരിക്കും എടുക്കുന്നത്, ചേച്ചിയെ വിളിച്ച് സംസാരിക്കുക എന്നാണ് അവൾ പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം 100യോട് ആദില പറയുന്നത് കേട്ടു. അതായത് പല സമയത്ത് പലത് പറഞ്ഞിട്ടുണ്ട് ഈ ആദില. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ തീരെ കൊള്ളാത്തൊരു ഐറ്റമാണ് ആദില. ആര് മാനിപ്പുലേറ്റ് ചെയ്താലും അങ്ങോട്ട് ചാടുന്ന ഒരു ടീമാണ് ആദില. അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. തുടക്കത്തിൽ തന്നെ അതങ്ങ് പറഞ്ഞു വെക്കാലോ. അപ്പോൾ എന്താണെങ്കിലും അനുമോള് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ അവരെ പറ്റി ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു കുറ്റം പറഞ്ഞിട്ടുണ്ടോ? സത്യമാണ് അനുമോള് ചോദിക്കുന്നത്. അനുമോൾ അവരെ പറ്റി എവിടെയും അതിലെ 100 പറ്റി എവിടെ ഇരുന്ന് കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഈ 96-97 ദിവസത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല എവിടെ ഇരുന്ന് ആദിലെ 100 പറ്റി കുറ്റം പറയുന്നത്. ഇന്ന് പറയുന്നുണ്ട് ആദിലെ പറ്റിയിട്ട്, എനിക്ക് അവളെ പറ്റി അറിയാം, അവൾ അതും ചെയ്യും അതിൻ്റെ അപ്പുറം ചെയ്യുമെന്നും പറഞ്ഞ് നല്ല രീതിയിൽ അവൾ അനുഭവിക്കുമെന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് അനുമോൾ അങ്ങനെ പറയുന്നത്. ഇതുവരെ അവരെ പറ്റി കുറ്റം ഇന്നും പറയുന്നുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ആദില പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അറിയാം, പക്ഷെ ഞാൻ എങ്ങും അത് പറഞ്ഞിട്ടില്ല എന്നേ പറയുന്നുള്ളൂ. ഇതുവരെയായിട്ടും അവരെ പറ്റി കുറ്റം പറഞ്ഞിട്ടില്ല ചേട്ടാ എന്ന് ജിഷിനോട് പറയുന്നുണ്ട്. എൻ്റെ ദൈവങ്ങളാണ് സത്യം, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തു പൊക്കോട്ടെ, ഞാൻ മുടിഞ്ഞു പൊക്കോട്ടെ, ഞാൻ ജയിക്കണ്ട, ഞാൻ പുറത്തങ്ങ് പൊക്കോട്ടെ, ഈ നിമിഷം പൊക്കോട്ടെ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് അനുമോള്. അതിനുശേഷം പറയുന്നുണ്ട് അവൾ ചോദിക്കാറുണ്ട്, അതായത് ഈ ആദില ചോദിക്കാറുണ്ടെന്ന്, PR-ന്റെ അടുത്ത് എന്തെങ്കിലും പറയണോ, ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നിന്റെ PR-നെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയണോ എന്ന് അവൾ ചോദിക്കാറുണ്ട്. ഞാനപ്പോൾ ഒന്നും വേണ്ട എന്നേ പറയാറുള്ളൂ, എൻ്റെ വീട്ടുകാരോട് നീ സംസാരിച്ചാൽ മതിയെന്നേ ഞാൻ പറയാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ സരിക, ശാരിക ഇവരൊക്കെ എന്നോട് തിരിച്ചു കയറി വന്നിട്ട് വലുതായിട്ടൊന്നും മിണ്ടിയിട്ടില്ല ചേട്ടാ, ഇവിടുന്ന് പോകുന്നതോടെ മുന്നേ വരെ എന്നോടൊക്കെ നന്നായിട്ട് സംസാരിച്ചത്, അവരൊക്കെ മിണ്ടാതിരിക്കുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് പക്ഷേ ആരും എന്നോടൊന്നും വന്ന് ചോദിക്കാത്തത് എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ആര്യൻ കയറി വരുന്നുണ്ട്. ഷാനവാസിക്ക കുറച്ച് കഴിഞ്ഞപ്പം ആദ്യമേ ജിഷിനും അനുമോളും മാത്രമാണ് സംസാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഷാനവാസിക്ക വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പാനി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അപ്പാനി വരുന്നതിന് മുന്നേ ആര്യൻ വരുന്നുണ്ട്. ആര്യൻ വന്നിട്ടാണ് അപ്പാനിയെ വിളിക്കുന്നത്. ആര്യനൊക്കെ സംസാരിക്കാടാ, നമുക്ക് അക്ബറിനോട് സംസാരിക്കാം. അനുമോൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് നമ്മുടെ അക്ബറിനോട് സംസാരിക്കണം, അത് ക്ലിയർ ചെയ്യണം. പക്ഷേ അക്ബറിൻ്റെ അടുക്ക ചെല്ലുമ്പോഴത്തേക്ക് അക്ബർ അത് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അക്ബർ അപ്പോൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, അവൾ ചെയ്ത കാര്യമാണ്, ഇനി വെളുപ്പിക്കാനാണ് അവൾ ഈ വിളിക്കുന്നത്, അതിന് വരാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ അക്ബർ മാറി എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ശൈത്യ, നൂറ, അപ്പോഴത്തേക്ക് അത്യാവശ്യം ആളുകളൊക്കെ കൂടി കേട്ടോ അനുമോളുടെ അടുക്ക്. ശൈത്യ, നൂറ, ബിന്നി ഇവരൊക്കെ വേറൊരു സ്ഥലത്ത് ഇരിക്കുവാണ്. അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ സരികയും കൂടെ വരുന്നുണ്ട്. സരികയും ബിൻസിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് സരിക വന്നിട്ട് നേരെ ശൈത്യയുടെ ഇപ്പറേ വന്ന് ഇരിപ്പുണ്ട്. എന്നിട്ട് തോളത്ത് കിടത്തിയിട്ട് വാവാവോ തക്കരമുത്ത് വാവാവോ, ഈ ഒരു മോഡാണ് സരിക. അപ്പം ഈ സമയത്ത് ശൈത്യ അവിടെ നിന്ന് പറയുന്നുണ്ട്, പോയ ഒരാളല്ലേ, അവൾക്ക് ഇനി വീണ്ടും ഉണ്ടാക്കി കൊടുക്കണോ എന്ന് ശൈത്യ പറയുന്നുണ്ട്. ഞാനപ്പോൾ ഒരു കാര്യം ആലോചിച്ചു, ഈ കേസ് അവിടെ സംസാരിച്ചത് അനുമോളല്ല, അനുമോളുടെ അടുക്ക് വന്ന് ഒരാൾ ചോദിച്ചതാണ് ജിഷിൻ. ജിഷിൻ എന്തുകൊണ്ടാണ് ചോദിച്ചത്? അവിടെ ഈ ചർച്ച ഉണ്ടായത് കൊണ്ടാണ് അല്ലേ? അനുമോളായിട്ട് ആദിലക്കെതിരെ അവിടെ തുറന്നതൊന്നും അല്ലവാ. ഇവിടെ ഈ ശൈത്യ പറയുന്ന കേട്ടാൽ തോന്നും എല്ലാവർക്കും എതിരെ അനുമോളാണെങ്കിൽ വാ തുറന്ന്, ഇപ്പം ശൈത്യയ്ക്ക് പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം, സൈബർ അറ്റാക്ക് കിട്ടാൻ കാരണം അനുമോളാണെന്ന് ഇവള് പറയുന്നുണ്ടല്ലോ. തുടക്കം കുറിച്ചത് ശൈത്യന്നല്ലേ. ഈ കൈ ഇങ്ങനെ അടിച്ചാലല്ലേ ഒച്ച കേൾക്കൂ, ഇങ്ങനെ അടിച്ച ഒച്ച കേൾക്കത്തില്ല. അത് ശൈത്യം മനസ്സിലാക്കുന്നില്ല. അങ്ങ് കുത്തി ഇല്ലാതെയാക്കുക, അതാണ് ശൈത്യയുടെ ഒരു മോഡ്. മനസ്സിലായില്ല? ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പം പുറത്തുനിന്ന് കിട്ടിയിട്ട് അകത്തോട്ട് പോയതൊന്നും അല്ല, തിരിച്ചിറങ്ങുമ്പോൾ ഇതിൻ്റെയൊക്കെ അപ്പുറമായിരിക്കും ശൈത്യം നേരിടാൻ പോകുന്നത്. കയ്യിരിപ്പ് അങ്ങനെയാണ്. തിരിച്ച് കയറിയിട്ടും കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ കൈതട്ടി ശൈത്യമോള് സൂപ്പറാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ? അല്ല, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിങ്ങൾ പറ പ്രിയപ്പെട്ടവരെ, ഇവിടെ എടുത്തെന്താ നമ്മൾ തലേ വെച്ച് ആടണോ? കാര്യങ്ങളൊക്കെ ഓക്കെ, ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാം, സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിച്ചിട്ട് എല്ലാം കൂടെ ലിറ്ററലി എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് അനുമോളുടെ നെഞ്ചത്തങ്ങ് എല്ലാം ഇടണം, ആ ഒരു മൂഡിലാണ് നിൽക്കുന്നത്. അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല, ഉള്ള കാര്യം പറയാലോ. അപ്പം ഈ ഒരു സംസാരത്തിനിടയ്ക്ക് അനുമോൾ അവിടെ നിന്ന് ജിഷിനോടൊക്കെ പറയുന്നുണ്ട്, ആ നമ്പർ ഉണ്ട്, ആ നമ്പർ എന്താണ് ശൈത്യ എടുക്കലല്ല, നമ്മുടെ ആദിലയുടെ കബോർഡിലുണ്ട്, നൂറയുടെ കാണും ചിലപ്പോൾ, അത് അതിലെ പോയല്ലോ, പക്ഷെ അവരുടെ കബോർഡിൽ കാണുമ്പോൾ നമുക്ക് പോയി ചോദിക്കാന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ നമ്പറാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് അനുമോൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ നൂറ എടുക്ക ചെല്ലുന്നുണ്ട്. പക്ഷേ നൂറെ പറ്റി പറയുകയാണെങ്കിൽ നൂറ ഗംഭീരൊരു ഗെയിമറാണ്. നൂറയ്ക്കറിയാം ആവശ്യമില്ലാതെ വാ തുറന്നാൽ പണി പാടുമെന്നറിയാം. ഒന്നാമതൊരു പേടിയുണ്ട്, PR കാരണം അനുമോള് കപ്പ് കൊണ്ടുപോകും എന്നുള്ളൊരു സാധനം മനസ്സിൽ കിടപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വാ തുറന്നു കഴിഞ്ഞാൽ കൂടുതൽ പണിയാകും എന്നുള്ളൊരു പേടിയും കൂടെ നൂറയുടെ ഉള്ളിലുണ്ട്. പിന്നെ ആദില ഇറങ്ങി പോകാൻ നേരത്ത് നൂറയോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ കേട്ടതാണ്, മോളെ ഒരക്ഷരം ഇനി മിണ്ടരുത് എന്നൊരു ഡയലോഗ് നമ്മുടെ ആദില പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാക്കിന് വില കൊടുത്തിട്ടാണോ അതോ നൂറ ആദിലെക്കാട്ടിലും ബ്രില്യൻ്റ് ആണ്, ഇരുന്ന് ആലോചിച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല. നൂറ ഒരക്ഷരം പറയുന്നില്ല. നൂറ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയാൻ വയ്യ, നീയും ആദിലയും തമ്മിലുള്ളൊരു പ്രശ്നമാണ്, അതിലേക്ക് എന്നെ വലിച്ചിടരുത് എന്നൊരു ഡയലോഗ് മാത്രമേ നൂറ പറയുന്നുള്ളൂ. നൂറ മൊത്തത്തിൽ ഡൗൺ ആണ്. കാരണം നൂറയ്ക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടി, കപ്പ് എന്തായാലും തനിക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു സാധനം അകത്ത് കിടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു വലിയൊരു സുഖമൊന്നുമില്ല. പിന്നെ ആദില പോയതിൻ്റെ ഒരു സങ്കടവും ഒക്കെ കാണും. എന്താണെങ്കിലും നൂറ ഒരക്ഷരം മിണ്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അനുമോള് തിരിച്ചങ്ങ് പോരുന്നുണ്ട്. കുറേ നേരം ചോദിക്കുന്നുണ്ട്, പക്ഷേ നൂറ ഒന്നും പറയുന്നില്ല. ഇത് തിരിച്ചു വരുമ്പോൾ അനുമോള് പറയുന്നുണ്ട്, അവൾക്കെല്ലാം അറിയാം. ഇതെല്ലാം പറഞ്ഞിട്ട് അനുമോള് നമ്മുടെ മറ്റേ ഊഞ്ഞാലിൻ്റെ അവിടെ വന്നിരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ ഊഞ്ഞാലിൻ്റെ അവിടെ വരുന്നുണ്ട്. അപ്പം ലക്ഷ്മിയും അസ്സാനിയൊക്കെ വിട്ടിരിപ്പുണ്ട്. അപ്പോഴാണ് ലക്ഷ്മി പറയുന്നത്, എൻ്റെ പൊന്നെ അനുമോളെ അനുമോളെ, നീ നിർത്ത്, നിൻ്റെ ഈ കരച്ചിൽ നീ നിർത്ത്. എന്തിനാ കരഞ്ഞിട്ട്? പറഞ്ഞ ആളെ ഇറങ്ങിപ്പോയി, അലിഗേഷൻ പറഞ്ഞ ആളെ ഇറങ്ങിപ്പോയി, പിന്നെ നീ ഇവിടെ കിടന്ന് ഇത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അയാൾ ഉണ്ടെങ്കിലും ഓക്കെ, ഇതയാളില്ല, പിന്നെ ഇത് വിട്ടുകളയുക, തീർന്നു, ഈ പരിപാടി ഇവിടെ തീർക്കുക എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്തിനാണ് നീ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കണ്ടന്റ്, അത്രേ ഉള്ളൂ. കണ്ടന്റിൻ്റെ കാര്യത്തിൽ എൻ്റെ അനുമോളെ കഴിഞ്ഞിട്ടേ ഉള്ള ആരും തീരുന്നതിൻ്റെ തലേ ദിവസം വരെ അനുമോള് കണ്ടന്റ് കൊടുക്കും, അത്രേ ഉള്ളൂ. ആ കാര്യത്തിൽ അനുമോൾക്കൊരു കയ്യടി കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടി, അതിനകത്ത് അനുമോളുടെ ഒരു സൈഡ് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടി കരഞ്ഞ്, എൻ്റെ പൊന്നനുമോളെ എങ്ങനെ പറ്റുന്നു, ഇങ്ങനെ കരയാനായിട്ട് എങ്ങനെ പറ്റുന്നു? 100 ദിവസം ഉണ്ടെങ്കിൽ ഒരു 80-75 ദിവസവും അനുമോള് കരഞ്ഞിട്ടുണ്ട്. സമ്മതിക്കണം, അനുമോൾ ഒന്നും പറയാനില്ല. എന്നാലും അക്ബറിൻ്റെ അടുത്തേക്ക് അനുമോൾ ചെല്ലുന്നുണ്ട്. പക്ഷെ അക്ബർ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അക്ബറിന് സംസാരിക്കേണ്ട, അവളെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് അക്ബറിൻ്റെ ഒരു
മൈൻഡിൽ കിടക്കുന്നത്. അതുകൂടാതെ ആദില എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രസ്സിങ് റൂമിൽ വരെ വെച്ച് അനുമോള് പല വൃത്തികേടുകളും എന്നെപ്പറ്റി പലതും അവൾ പറഞ്ഞിട്ടുണ്ട് ആദിലയോട്. ഞങ്ങളൊക്കെ ആദില ഞാനും ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു തുടക്കത്തിലൊക്കെ, പക്ഷെ അത് പിന്നെ ഇല്ലാതെയായി. അതിന് കാരണക്കാരി അനുമോളാണ്. പലതും എന്നെപ്പറ്റി അവൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സമയമായപ്പോഴത്തേക്ക് ആദില വന്ന് എന്നോട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട്. ആദില അനുമോള് ചിലപ്പോൾ ആദിലെ വിശ്വസിച്ച്, സ്ത്രീകളാണല്ലോ, പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അനുമോളും ഇപ്പോൾ പറയുന്നുണ്ട്, പലതും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനതെങ്ങും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ ബോയ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കാറില്ലേ പലതും, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ തന്നെ പറയാം, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാറില്ലേ? അങ്ങനെ സംസാരിച്ച പല കാര്യങ്ങളും കാണും. അത് എവിടെയോ എന്തൊക്കെയോ അവിടെ ഇവിടെ ഇല്ലാത്ത ഒരാളാണ് ആദില. ഇവിടുന്ന് എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങോട്ടേ ആടും, അവിടുന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആടും. ഈ ഒരു മൂവിൽ ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങേ അറ്റം വേസ്റ്റ് ഒരു കേസാണ് ഞാൻ ഈ പറയുന്നത്. പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അപ്പുറം ചെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അതിന് ആ പരിപാടിയും ചെയ്തു, മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊളുത്തി കൊടുക്കുക എന്ന് പറയും. ആ പരിപാടിയും ആദില ഇവിടെ ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പിന്നെ ആദിലയുടെ കള്ളത്തരം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഒന്ന് പറഞ്ഞു പിന്നെ വേറൊന്ന് പറഞ്ഞു. ആ ആദില വിശ്വസിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. തെളിവ് കണ്ടാൽ പിന്നെയും വിശ്വസിക്കാം. അതല്ലാതെ ആദില പറഞ്ഞു എന്ന് ഞാൻ പറയട്ടെ, അതിനെക്കാട്ടിലും എന്തുകൊണ്ടും വിശ്വസിക്കാം. അനുമോൾ ഉള്ള കാര്യം അതേപോലെ പറയുന്നുണ്ട്, മനസ്സിലായോ? ആദില പക്ഷെ അങ്ങനെയല്ല. ആദില പറഞ്ഞ കാര്യം തന്നെ അതിലെ മാറ്റി പറയുന്നുണ്ട്, വ്യക്തത ക്ലിയർ ആയിട്ട് ക്യാമറയിൽ അത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡൻറ്റ് ഉൾപ്പെടെ ഈ PR കേസിൽ പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെ അതിലെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഒരു രീതിയിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പം എന്താണെന്താ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതേ അകത്തെന്തോ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ ഒരു പരിപാടിയൊക്കെ നടക്കാൻ പോവാണ് കേട്ടോ. ഒരു പരിപാടി നടക്കുകയാണ്, എല്ലാവരും ഇപ്പോൾ അതിന് അകത്ത് വന്നിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ കരച്ചിലുണ്ട് ഒരു സൈഡിലൂടെ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പോയി ഈ പാട്ടൊക്കെ കുറച്ചു നേരം കേൾക്കട്ടെ. അക്ബർ കാക്ക മിക്കവാറും പാടാൻ കയറുമോ? അക്ബർ കാക്കയുടെ മൂഡൊന്നും ശരിയല്ല. അക്ബർ കാക്ക കുറേ കരയുമൊക്കെ ചെയ്തു കേട്ടോ. അക്ബർ കാക്കയൊക്കെ വിശ്വസിക്കുന്നത് നല്ല രീതിയിൽ അനുമോൾ തേച്ചു, കുടുംബം ഇല്ലാതെയാക്കി. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോൾ എങ്ങനെ കുടുംബം ഇല്ലാതാക്കിയെന്ന് ഇവർ പറയുന്നത്? PR ഒക്കെ ഒരു പരിപാടി ഓക്കെ മനസ്സിലാക്കാം, പക്ഷേ അതിന് അനുമോൾ കുടുംബം ഇല്ലാതാക്കി, അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പിന്നെ കമൻറ്റുകൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ അതിനകത്തോട്ട് കയറിപ്പോയതല്ലേ. കമൻറ്റുകൾ വരും, അതിപ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഞെട്ടിത്തരിക്കുന്ന കമൻറ്റുകളൊക്കെ വരും. പ്രത്യേകിച്ച് ഇനി ശൈത്യയുടെയൊക്കെ എൻ്റെ പൊന്ന് കട്ടപ്പയല്ല, അതിൻ്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതാ വിളിക്കേണ്ടത്. ശൈത്യ കിട്ടുന്ന ഗ്യാപ്പിൽ അമ്പും ബില്ലും കുത്തിക്കയറ്റാനുള്ള പരിപാടിയാണ്. എന്ത് ജന്മമാണോ? അപ്പോൾ എന്താണെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വരുമ്പം കിട്ടാനുള്ളതൊക്കെ മേടിക്കുക. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അകത്തേക്ക് പോകാൻ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. ഒരു ഗെയിം ഷോ ആണ്, പല ആൾക്കാരും അത് കാണുന്നതാണ്, അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. അത് കണ്ടക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കുറഞ്ഞു തുള്ളി അങ്ങോട്ട് കേസിൻ്റെയും പോലെ എന്ത് കാര്യത്തിന്? ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം പോകാൻ. പിടികിട്ടിയില്ലേ? വരും ഇല്ലാത്ത കഥകളും ഉള്ള കഥകളും ഒക്കെ ആയിട്ട് പലതും. ഈ പറയുന്ന നമ്മുടെ ശൈത്യ കമൻറ്റിലൊക്കെ എന്തൊക്കെയോ പറയുന്നത് എല്ലാം ഒന്നും ശരിയാണ്, അല്ലെങ്കിൽ അത് ആ കാണിക്കുന്നത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല. വളരെ മോശമായിരിക്കും അത്. പക്ഷേ എന്നാലും ഇത് ഗെയിം ഷോ ആണ്. അവിടെ പോയതൊക്കെ എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വേണം പോകാൻ. അല്ലാതെ അങ്ങോട്ട് പോയി എന്തങ്ങ് കാണിച്ചാലും ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തലയെടുത്ത് വെച്ച് തുള്ളിച്ചാടുമെന്ന് വിശ്വസിച്ച് അതിനകത്തോട്ട് കയറി ചെല്ലരുത്. പിടികിട്ടിയോ? പിന്നെ അങ്ങോട്ടേക്ക് കുത്തുമ്പോൾ തിരിച്ചും കുത്ത് കിട്ടും. അതും കൂടെ ശൈത്യയെ പോലുള്ള ടീമുകൾ മനസ്സിലാക്കുക. പിന്നെ സരിക ചേച്ചി പുറത്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ദിലീപേട്ടൻ ചൂരിലും വെച്ച് വീട്ടിൽ ഇരിപ്പുണ്ടായിരിക്കും കേട്ടോ. എനിക്ക് അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. നല്ല ഒന്നാന്തരം ഒരു അമ്മായിയമ്മ, ഒരു ഈ എന്താണ് പോരമ്മായി, അങ്ങനെ കണ്ടൊരു ഡയലോഗ് ഇല്ലേ, എന്താ അമ്മായിയമ്മ പോര്, അതിന് പറ്റിയ നല്ല ഒന്നാന്തരം പീസാണ് നമ്മുടെ സരിക എന്ന് തെളിയിച്ചിട്ടുണ്ട് റീ-എൻട്രിയിലൂടെ. ആദ്യം ഇറങ്ങിപ്പോയപ്പോൾ പോലും നെഗറ്റീവ് ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് സൂപ്പറായിട്ടുണ്ട്. ഇറങ്ങി വരുമ്പം കിട്ടാനുള്ളതൊക്കെ മേടിക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും പറയാനില്ല ചേച്ചി, കയ്യിരിപ്പിൻ്റെയാണ്. എന്തായാലും അനുമോളുടെ കരച്ചിൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പോയി ബാക്കി ഒന്ന് കാണട്ടെ. നൂറ മോഹമൊക്കെ അങ്ങോട്ട് വീർപ്പിച്ചാണ് നടക്കുന്നത്. പക്ഷെ കൂടുതലൊന്നും പറയാനില്ല. നൂറ മിണ്ടിക്കഴിഞ്ഞാൽ പണി പാടുമെന്നൊരു പേടി കാണും ഉറപ്പായിട്ടും. എന്തായാലും ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.